നമസ്കാരം. താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ജഗദീഷും ബാബുരാജും ജയിക്കാതിരിക്കാൻ എതിർപക്ഷത്തിന്റെ കരുനീക്കം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ കോലാഹലങ്ങളും സമാനതകളില്ലാത്ത സാഹചര്യത്തിലേക്കാണ് താരസംഘടനയായ അമ്മയെ എത്തിച്ചത്. ഇപ്പോഴത്തെ സംഘടനയുടെ ചരിത്രത്തിലാദ്യമായി 6 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജഗദീഷ്, ശ്വേത മേനോൻ, ദേവൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവരാണ് പത്രിക നൽകിയത്. മത്സര രംഗത്തുള്ള ഏറ്റവും സീനിയർ അംഗങ്ങൾ ജഗദീഷും ദേവനുമാണ്. ഇതിനൊപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരമുണ്ട്. ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം മറ്റ് പലരുമുണ്ട്. ഈ കൂട്ടത്തിൽ ബാബുരാജിനും ജഗദീഷിനുമെതിരെ പ്രചാരണം ശക്തമാണ്. ഇതിൽ ജഗദീഷിനെതിരെ ശക്തമായ ആരോപണമാണ് ഉയർന്നു വരുന്നത്. ബാബുരാജിനെ പീഡനക്കേസ് ഉയർത്തിയാണ് ഒരു വിഭാഗം നേരിടുന്നത്. ഇതിൽ ജഗദീഷിനെ വിശ്വാസവഞ്ചകൻ എന്ന ടാഗ് ലൈനിൽ കുടുക്കാനാണ് ശ്രമം. മാലാപാർവതിയുടെ തുറന്നു പറച്ചിലാണ് ഇതിന് തെളിവാകുന്നത്. ഇതിനൊപ്പം അമ്മയുടെ ജനറൽ സെക്രട്ടറി പദം ലക്ഷ്യമിടുന്ന ബാബുരാജിനെയും വെറുതെ വിടുന്നില്ല. ആരോപണ വിധേയനായ നടൻ ബാബുരാജ മാറി നിൽക്കേണ്ടതായിരുന്നു എന്നാണ് അമ്മയുടെ മുൻ IC കമ്മിറ്റി അംഗം കൂടിയായ മാലാപാർവതി പറയുന്നത്. മുൻകാലങ്ങളിൽ ദിലീപ്, വിജയ് ബാബു, സിദ്ദിഖ് തുടങ്ങിയ എല്ലാവരും ആരോപണം നേരിട്ടപ്പോൾ മാറി നിന്നിട്ടുണ്ട്. ബാബുരാജ് ആരോപണം നേരിട്ടപ്പോൾ മാറി നിൽക്കാത്തത് കൊണ്ടാണ് അമ്മയിൽ നിന്ന് രാജിവെക്കാൻ നടൻ മോഹൻലാൽ തീരുമാനിച്ചത് എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും മാലാപാർവതി പറഞ്ഞിരുന്നു. ഭാരവാഹി തിരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശം നൽകിയ പലരും ഭൂരിപക്ഷം അമ്മ അംഗങ്ങൾക്കും സ്വീകാര്യമല്ല എന്ന മാലാപാർവതി പറയുന്നുണ്ട്. ജഗദീഷ് പൊതുസമൂഹത്തിന് സ്വീകാര്യനാണെങ്കിലും സംഘടന ഒരു പ്രതിസന്ധിയിൽ നിന്നപ്പോൾ സഹായിക്കുന്നു എന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ട് വാക്കുമാറിയ ആളാണെന്ന് പറയുന്നുണ്ട്. അതേസമയം ബാബുരാജിനെതിരെ മറ്റു ചിലരും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ബാബുരാജിനെതിരെ ആഞ്ഞടിച്ച നടൻ അനൂപ് ചന്ദ്രനും രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം അമ്മയിൽ വ്യാപക അഴിമതി നടത്തിയെന്നും അനൂപ് ചന്ദ്രൻ വിമർശിക്കുന്നുണ്ട്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയാണ് ബാബുരാജ് എന്നും അങ്ങനെയുള്ള ആളെയാണോ അമ്മയെന്ന ശ്രേഷ്ഠമായ സംഘടനയെ നയിക്കേണ്ടതെന്നും ഇത് നടൻ ചോദിക്കുന്നുണ്ട്. നടിമാർക്കെതിരെയും അനൂപ് ചന്ദ്രൻ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അൻസിബി അടക്കമുള്ള സ്ത്രീകൾ പ്രവർത്തിക്കുന്നത് ബാബുരാജിന്റെ സിൽബന്തി ആയിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കുക്കു പരമേശ്വരൻ, ശ്വേത മേനോൻ, അനന്യ, സരയു തുടങ്ങിയവരെ അപഹസിക്കലാണ് ഇവരുടെ ലക്ഷ്യമെന്നും അനൂപ് പറയുകയുണ്ടായി. താരസംഘടനയിലെ ഭിന്നതയ്ക്ക് തെളിവാണ് ഇക്കാര്യങ്ങളെല്ലാം. ബാബുരാജിനെതിരെ മല്ലിക സുകുമാരനും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ആരോപണത്തിന് വിധേയനായപ്പോൾ തന്നെ ബാബുരാജ് വിശദീകരണം നൽകണമായിരുന്നുവെന്നും ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നായിരുന്നു സംഘടനയുടെ ആദ്യത്തെ തീരുമാനമെന്നും ഇപ്പോൾ എന്തുകൊണ്ടാണ് തീരുമാനം മാറിയതെന്ന് അറിയില്ല എന്നും മല്ലിക സുകുമാരൻ പറയുന്നു. മോഹൻലാൽ രാജിവെച്ചത് എന്തുകൊണ്ടും നന്നായി എന്നും അദ്ദേഹം എന്തിനാണ് അങ്ങനെ ഒരു കുരിശെടുത്ത് തലയിൽ വെച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ട് എന്നും മല്ലിക പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് ഒരു വലിയ വിഭാഗം മാറി നിൽക്കുകയാണെന്ന വാദവും മാലാപാർവതി ഉയർത്തിയിട്ടുണ്ട്. ഒന്നാമത് ഇടവേള ബാബു ആണ് വരേണ്ടത് എന്ന ഒരുപാട് പേർക്ക് അഭിപ്രായമുണ്ട്. കാരണം അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ നല്ലൊരു അച്ചടക്കം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി വിശ്വാസ്യതയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. പിന്നീട് മത്സരത്തിന് മുന്നോട്ട് വന്നവരുടെ പേരുകൾ വിജയരാഘവൻ്റെയും ചാക്കോച്ചൻ്റെയും ഒക്കെ ആയിരുന്നു. പക്ഷേ അവരും ഒഴിഞ്ഞു. അതിന് അവരുടെ തന്നെ കാരണങ്ങൾ ഉണ്ടാകാമെന്നും മാലാപാർവതി പറയുന്നു. എന്തായാലും അമ്മയിൽ ഇപ്പോൾ കലഹം രൂക്ഷമാണ്.